ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന GNM ആൻഡ് ANM കോഴ്സസിന്റെ LBS വഴിയുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഓൾറെഡി മുന്നേ വന്നിട്ടുള്ള, അതായത് സെപ്റ്റംബർ 23 വന്നിട്ടുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടില്ല എന്ന് കരുതി നോക്കാതെ ഇരിക്കരുത്. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻ ഓൾറെഡി നമുക്ക് വരുന്നതുമായിരിക്കും. പക്ഷേ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം ഏത് ദിവസമാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഇതിലൂടെ അറിയാൻ വേണ്ടി സാധിക്കുന്നതുമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇനി എങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് നോക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഓരോ കോളേജിലും കിട്ടിയിട്ടുണ്ടോ സെക്കൻഡ് അലോട്ട്മെന്റില് ഓരോ കുട്ടികൾക്കും എന്നുള്ളതും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ANM കോഴ്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നമ്പർ 1, 2 എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ അലോട്ട്മെന്റ് എന്ന് കൊടുത്തിരിക്കുന്നത് അലോട്ട്മെന്റ് എത്രാമത്തെ നമ്പറിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2 കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നോക്കുക, നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കി സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ANM-നാണോ GNM-നാണോ കിട്ടിയിട്ടുള്ളത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് ഏതിലാണ് കിട്ടിയിട്ടുള്ളത് എന്നത് കമന്റ് സെക്ഷനിലും കൂടി ഒന്ന് പറയുക. കാരണം ഇതുവരെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾ ഉണ്ടാകും. അവർക്ക് മുന്നോട്ട് തുടരാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനൊരു കമന്റ് ഇടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നിങ്ങൾ അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം 500 റുപ്പീസും റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിന് 100 റുപ്പീസും ഒക്കെയാണ് ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് കാണിക്കുന്നത് അതാണ് നിങ്ങൾ ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ബാങ്ക് വഴി ചെല്ലാൻ വഴിയായിട്ടും അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ മേബി 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എടുക്കും ഈ ഒരു ടോക്കൺ ഫീസ് കിട്ടിയതിന്റെ അപ്ഡേറ്റ് വരാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രൊഫൈലിൽ കാണിക്കുന്നതുമാണ്. ഇനി നിങ്ങൾ ചെല്ലാൻ വഴി ക്യാഷ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 hours എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് അപ്ഡേറ്റ് ആയി വന്നിട്ട് അലോട്ട്മെന്റ് മെമ്മോ വരികയുള്ളൂ. അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഈ കോഴ്സിനാണ് ഇത്ര ടോക്കൺ ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ട് എന്ന ബേസ് ചെയ്തൊരു സ്ലിപ്പാണ് വരുന്നത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് വെക്കണം. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോവുകയും വേണം. അതുപോലെ തന്നെ ടോക്കൺ ഫീസ് അടച്ചതിന്റെ റെസീപ്റ്റും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2, അതുപോലെ തന്നെ SSLCയുടെ ഒക്കെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇതെല്ലാം ഉണ്ടാകണം. അതുപോലെ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ പ്രിന്റ് നിങ്ങൾ എടുത്തു വെക്കുക. SSLCയും അതുപോലെ +2 കോഴ്സസിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഗസറ്റ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തുകൂടി കയ്യിൽ വെക്കാൻ വേണ്ടി കരുതുക. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സിന് വേണ്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പഠനത്തിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ അറ്റസ്റ്റഡ് കോപ്പി യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അലോട്ടഡ് ലിസ്റ്റിൽ GNM ആൻഡ് ANM കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. ഓരോ കോളേജസും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് എത്ര ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് റിസർവേഷൻ അനുസരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരണം എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ആദ്യം ടോക്കൺ ഫീസ് അടയ്ക്കുക. ടോക്കൺ ഫീസ് അടച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് കിട്ടിയിട്ടുണ്ടോ, ഏത് കോളേജ് മാറ്റി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനി കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഇനി അലോട്ട്മെന്റുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഈ അലോട്ട്മെന്റിന് ശേഷം ആരൊക്കെ അഡ്മിഷൻ എടുക്കാതെ ഇരിക്കുന്നു, അങ്ങനെ വേക്കൻസി സീറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ LBS വെബ്സൈറ്റിൽ തന്നെ വരികയും ചെയ്യുന്നതാണ്.
ഒരു GNM ആൻഡ് ANM കോഴ്സസിന്റെ ഫീ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് മുഴുവനായിട്ട് വായിക്കുക. ഇനി പ്രോസ്പെക്ടസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LPS വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. അതായത് ഇന്ന ഡേറ്റിന് പ്രസ് റിലീസ് വന്നു, അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വന്നു, അതുപോലെ മലയാളം പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ കാണുന്നതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാകും. പല കുട്ടികൾക്കും ഇപ്പോഴും അതെങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് കുറച്ചുകൂടി എളുപ്പത്തിന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞിട്ടും നമുക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മെനു ബാറിൽ. അതിൽ നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായി സുരക്ഷിതമായി തന്നെ വെക്കുക. നിങ്ങളത് മറന്നു പോകരുത്. അതുപോലെ നമുക്ക് മുന്നോട്ട് ലോഗിൻ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള രീതിയിലല്ല GNM ആൻഡ് ANM കോഴ്സസിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നത്. LBS വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഇത്ര ഇൻഡെക്സ് മാർക്കിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഈ വർഷത്തത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം LBS വെബ്സൈറ്റ് ത്രൂ അല്ലായിരുന്നു GNM ആൻഡ് ANM കോഴ്സസിന്റെ അഡ്മിഷൻ നടന്നിരുന്നത്. DHS ആൻഡ് DME വെബ്സൈറ്റ് വഴിയായിരുന്നു. അതുകൊണ്ടാണ് ഈ വർഷം നമുക്ക് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഡെക്സ് മാർക്കും നിങ്ങൾക്ക് കിട്ടിയ കോളേജും നിങ്ങൾക്ക് കിട്ടിയ കോഴ്സും നിങ്ങൾ പറയുകയാണ് കമന്റ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ അത് ബാക്കി സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നെക്സ്റ്റ് അലോട്ട്മെന്റുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് സെപ്റ്റംബർ 30 മുന്നേ ആയിട്ട് കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കറക്റ്റ് അപ്ഡേറ്റ് നമ്മുടെ സൈറ്റിൽ വരാത്തത് കൊണ്ട് അത് എടുത്തു പറയുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് ഇപ്പോഴേ അടയ്ക്കുക. അടച്ചിട്ട് നിങ്ങൾക്ക് ഏത് ദിവസമാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു ഡേറ്റ് അപ്ഡേറ്റ് ആയി വരുന്ന സമയത്ത് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക. വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കോളേജിൽ പോകാൻ വേണ്ടി നോക്കുക. കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലായിരിക്കണം. ആ രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് കൂടുതൽ എടുത്തു വെക്കുക. അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതിന്റെയൊക്കെ അറ്റസ്റ്റഡ് കോപ്പീസ് എടുത്തു വെക്കുക. കോളേജിൽ നിങ്ങൾ കോപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കോപ്പീസ് കയ്യിൽ കരുതുക. കാരണം മുന്നോട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോളേജിൽ നിന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ഉപയോഗിച്ച് മുന്നോട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് തന്നെ കാണാം. അതുവരേക്കും ഓക്കെ.